ഐഡിയാസ് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു ന്യൂട്രല്ല നട്ട്സ് മിക്സ് ഫ്ലേവർ ആയിരുന്നേ. ഇവിടെ വീട്ടിലെ പിള്ളേർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തൊരു കേക്കായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫെറാറോ റോഷറിൻ്റെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ ഓർക്കണതാണ് പിള്ളേർക്കൊരു ന്യൂട്രല്ല വെച്ചൊരു കേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കേക്ക് എപ്പോഴൊന്നും ചെയ്യില്ല കേട്ടോ. എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കലുള്ളൂ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫ്ലേവർ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കലുണ്ട്. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. അതുപോലെ ചെയ്തൊരു കേക്കായിരുന്നു. ഇതിൽ നമ്മൾ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സിൽ 1 ടീസ്പൂൺ ന്യൂട്രല്ല എടുത്ത് അതിനകത്ത് ചൂടുവെള്ളം കൊണ്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ന്യൂട്രല്ലയ്ക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലൂസായി കിട്ടും. അങ്ങനെ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ലൂസാക്കി എടുത്തതിനകത്ത് കണ്ടൻസ് മിൽക്കും വീണ്ടും ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്ത് ലൂസാക്കി എടുത്തതാണ്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു, അത് ബീറ്റ് ചെയ്ത് അന്ന് കുറച്ച് കേക്ക് ദിവസം ഉള്ള ദിവസമായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തതാണ്. ആ വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് ന്യൂട്രല്ലയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നട്ട്സ് ഞാൻ ബദാമും കാഷ്യൂ ആയിരുന്നു എടുത്തിരുന്നത്. അത് രണ്ടും നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ബേസിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ക്രീം ആഡ് ചെയ്തതിൻ്റെ ഓരോ ലെയറിലും ന്യൂട്രല്ലയും അതുപോലെ തന്നെ നട്ട്സും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ന്യൂട്രല്ല എന്ന് പറയുമ്പോൾ ന്യൂട്രല്ല ഈ തണുപ്പ് ഈ ക്രീമിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര തിക്ക്നെസ് പോലെ ഇരിക്കും. എന്നാലത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീമോടുകൂടി വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിനകത്തേക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിള്ളേർക്കാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ വെച്ചു. പിന്നെ നമ്മുടെ ന്യൂട്രല്ല ആഡ് ചെയ്ത് കൊടുത്തു. നട്ട്സും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് മാത്രമേ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ക്രം കോട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം ഫൈനൽ കോട്ടിങ് പിന്നെ ചെയ്തില്ല കേട്ടോ. കാരണം പിള്ളേർക്ക് കഴിക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് കൂടുതൽ ക്രീം ആഡ് ചെയ്യണ്ടല്ലോ എന്നോർത്ത് ഫൈനൽ കോട്ടിങ് കൊടുത്തിട്ടില്ല. പിന്നെ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് കോട്ടിങ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീമിനകത്ത് ചോക്ലേറ്റ് ഗണാഷും അതുപോലെ തന്നെ ന്യൂട്രല്ലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഡ്രിപ്പിങ് മാത്രമാണ് ലാസ്റ്റ് കൊടുത്തത്. പിന്നെ ആ ന്യൂട്രല്ല മിക്സ് ചെയ്ത കുറച്ച് ക്രീം ബാക്കി വന്നിരുന്നു, അതും കൂടി മുകളിലൊരു ഡിസൈൻ പോലെ കൊടുത്ത് ഫൈനലൈസ് ചെയ്തെടുത്തത്. ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്